ഹലോ ഗൈസ്, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഡിബയിലേക്ക് ഒരു ട്രിപ്പ് പോവാണ്. അപ്പോൾ നമ്മളെ കൂടെ റുബീനയും കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളെ പിക്ക് ചെയ്യണം. അവളെ പിക്ക് ചെയ്തു. ഇനി നമ്മൾ നേരെ ഡിബയിലേക്ക് അലക്കി പൊളിച്ച് പോവാണ്. പോണ വഴിയിൽ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടു കേട്ടോ. സൺറൈസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. ഒരു ഇങ്ങനെ കുറേ ഹിൽസ് ഇങ്ങനെ കാണാം. അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ചുവപ്പ് കളറ്, കുങ്കുമ കളറ്, പിന്നെ പീച്ച് കളറിലൊക്കെ ആയിട്ട് ഇങ്ങനെ മേഘങ്ങൾ ഇങ്ങനെ സൂര്യനെ വരവേൽക്കാൻ വേണ്ടി ഇങ്ങനെ തയ്യാറായി ഇങ്ങനെ നിൽക്കുന്ന കാണാനുള്ള അതിമനോഹരമായ ഒരു കാഴ്ച കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. എൻ്റെ മൊബൈല് ക്യാമറ വലിയ സുഖമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്കത് കറക്റ്റായിട്ട് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. പക്ഷേ കണ്ണിന് വളരെയധികം കുളിർമുള്ള ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. അത് സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. അങ്ങനെ ദൂരെന്ന് ആ കുന്നുകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അത് കാർമേഘങ്ങളാണെന്ന്. പക്ഷേ അത് അടുത്തേക്ക് എത്തുന്തോറും കരിങ്കല്ലിൻ്റെ ഹിൽസായി ഇങ്ങനെ മാറുന്നത് കാണുമ്പോഴുള്ള നമ്മുടെ ആ ഒരു കൗതുകം, എക്സൈറ്റ്മെൻറ്റൊക്കെ ശരിക്കും അനുഭവിച്ചറിയണം കേട്ടോ. അടിപൊളി സൂപ്പർ പ്ലേസ്. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ വരക്കൂലേ, അത് ഇതുപോലത്തെ ചിത്രങ്ങളായിരിക്കും. നമ്മളിങ്ങനെ കുറേ കുന്നുകളും മലകളൊക്കെ വരയ്ക്കുമ്പോൾ ആ ഒരു നമ്മൾ വരയ്ക്കുന്ന ആ ഒരു ചിത്രങ്ങൾ ഇങ്ങനെ നമ്മളെ മുന്നിലിങ്ങനെ കാണുന്ന ഒരു ഫീല്, അതാണ് ശരിക്കും അത് കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ അനുഭവപ്പെട്ടത് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. കുഞ്ഞുനാളിലെ ആ ഒരു ക്രിയേഷൻ ശരിക്കും അത് കൺമുന്നിൽ കണ്ട പോലെ. ഏകദേശം നമ്മളിപ്പോൾ അവിടെ എത്താറായി, ഡിബെത്തി. ഇവിടെ നമ്മൾ കടലിലോട്ടാണ് പോണത്. കടലിലൊരു സഫാരി, ബോട്ട് സഫാരി. ഇതാണ് ബോട്ട് കേട്ടോ, നമ്മൾ പോണ ബോട്ട്. ഇത് കടലിൽ അഴിമുഖത്തിലാണിപ്പോൾ ഇത് കിടക്കുന്ന. അഴിമുഖത്ത് നമ്മൾ കയറിയിട്ട് അങ്ങനെ കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ നമ്മൾ കപ്പലിൽ കയറി, ബോട്ടിൽ കയറിക്കൊണ്ടിരിക്കണം. കയറിക്കോ എല്ലാവരും കയറി. സൂപ്പർ ബോട്ടിങ് കേട്ടോ. ഇതാണ് ആ ബോട്ടിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളൊക്കെ. നമ്മൾക്ക് മേലെ കേട്ടോ സ്ഥലം. നമ്മൾ മേലെ പോയിട്ട് ആദ്യം തന്നെ കയറിയിട്ട് അവിടെ പോയിട്ട് സെറ്റിലായി. താഴെ വേറെ ടീംസാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന കുട്ടികൾ പേര് തരാൻ കുറച്ച് വൈകിയപ്പോൾ നമുക്ക് ഒരു ബോട്ടും മൊത്തം ബുക്ക് ചെയ്യണമെന്ന് വിചാരിച്ച ആ ഒരു തീരുമാനം മാറ്റേണ്ടി വന്നു. അവർ പേര് തരാൻ നേരം വൈകി. അതോടുകൂടി എന്ത് ചെയ്തു, ബോട്ടിലെ സ്ഥലം വേറെ ആൾക്കാർ ബുക്ക് ചെയ്തിട്ട് പോയി. ഇപ്പം ഉള്ളവരെ വെച്ച് നമ്മൾ ട്രിപ്പ് പോയി. പിന്നെ വൈകി പേര് വന്നവരോട് ഇൻഷാല്ലാ എല്ലാവരും പോകാമെന്ന് വളരെ വേദനയോടെ ഒരു പറയേണ്ട ഒരവസ്ഥ വന്നിട്ടാ. അകത്ത് കയറിയപ്പോൾ ക്യാമറയുടെ കണ്ണും പൊളിച്ചു തോന്നുന്നു. അതാണ് കറുത്തു പോയി ആ ഒരു ഭാഗം. ഇതാണ് ആ കടലിൻ്റെ നീലപ്പരപ്പിലെ നീലക്കടലിലെ ആ നീലക്കടലല മേലെ എന്നൊരു പാട്ടില്ലേ, അത് ശരിക്കും നീലക്കടൽ ഇതാണ് കേട്ടോ. നല്ല ഭംഗിയിൽ നീലക്കടൽ ഞാൻ കണ്ടു. നല്ല രസമുള്ള കടൽ. അയ്യോ, ആ സൂര്യൻ്റെ രശ്മി ഇങ്ങനെ ആ വെള്ളത്തിലേക്ക്, നീല വെള്ളത്തിലേക്ക് പതിക്കുമ്പോൾ ആ ഒരു ഷൈനിങ് കണ്ടില്ലേ വെള്ളത്തിൻ്റെ, ബ്യൂട്ടിഫുൾ, സൂപ്പർ. ഇപ്പം നമ്മളിങ്ങനെ എല്ലാവരും ഫാമിലി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. കുട്ടികളും ഭർത്താവും ഒക്കെ ഉണ്ട്. എല്ലാ കുട്ടികളും ഭർത്താവും ഒക്കെ കൂടിയിട്ട് എല്ലാവരും കൂടി വന്നേക്കാം. ട്രിപ്പ് എൻജോയ് ചെയ്യാൻ വേണ്ടി നമ്മളിനി വെള്ളത്തിലേക്ക് ചാടാനുള്ള പരിപാടി നോക്കുക കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ ബോട്ടിങ്ങിനാണ് പോയത്. അതിൽ എക്സ്ട്രീം ലെവൽ ബോട്ടിങ്ങും ഉണ്ട്, നോർമൽ ലെവലുണ്ട്. അപ്പം ഞാനൊക്കെ സ്വാഭാവികമായിട്ടും എക്സ്ട്രീമാണ് എടുത്തിട്ടുണ്ടാവുക എന്ന് ഊഹിക്കാലോ. അപ്പോൾ നമ്മളിനി നേരെ ജാക്കറ്റൊക്കെ ഇട്ട്
ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് നമ്മൾ പോവാണ് പുറത്തേക്ക്. വീണ്ടും ആ നീല കളറ് ഒന്നും കൂടി ഞാൻ കാണാൻ ആഗ്രഹിക്കണ്ട. നല്ല രസമല്ലേ, എന്താണ് ഭംഗി. ആകാശം ആ ഒരു ലൈന് വരച്ചിട്ട് ആകാശത്തിൻ്റെ ഒരു കളർ നോക്കിയേ. ആ ഒരു വൈറ്റ് കളറ് ആകാശത്തിനെയും വെള്ളത്തിനെയും കൂടിയിട്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് വീണ്ടും മുകളിൽ നീലാകാശം ഇങ്ങനെ വരുന്ന ആ ഒരു ഭംഗി, ഇതൊക്കെ കണ്ടാലേ അറിയൂ എന്താ ക്രിയേഷൻ അല്ലേ ഗോഡിൻ്റെ. മാഷാ അല്ലാഹ്. ഇങ്ങനെ നമ്മൾ കുറേ സെൽഫിയൊക്കെ എടുത്ത് കുറച്ച് അഭിനയിച്ച് ഇനി നമ്മൾ ഇങ്ങനെ എക്സ്ട്രീം ലെവൽ ബോട്ടിങ്ങിന് പോവുകയാണ്. ഇങ്ങനെ അങ്ങ് പോയിട്ട് ആ ബോട്ട് അങ്ങോട്ട് മറിച്ചിട്ട് നമ്മളെ വെള്ളത്തിലോട്ട് കുറച്ച് ഉള്ളിൽ കൊണ്ട് പോയിട്ട് പിന്നെ നമ്മൾ നീന്തിക്കരത്തേക്ക് പോകും. അതിന് ധൈര്യമുള്ളവർ മാത്രം അതിൽ കയറിയാൽ മതി. അപ്പം നമുക്കൊക്കെ ധൈര്യമുണ്ട്, നമ്മളെ കൂട്ടത്തിൽ വന്ന എല്ലാവർക്കും ധൈര്യമുള്ളത്. എല്ലാവരും 2-3 പ്രാവശ്യം പോയിരുന്നു. ആ വീട് ബീച്ച് നമുക്ക് ഇങ്ങനെ പോയിട്ട് ഒരൊറ്റ മുക്കല മറിക്കല കുതിരയാണ് പോണത്. കിട്ടുന്നു ചാടി ചാടിയിട്ട് വീണ്. ഇങ്ങനെയാണ് എല്ലാരും കൊണ്ടുപോയി മറിച്ചിട്ട് കിട്ടണം. ഉള്ളിൽ കണ്ട് കൊണ്ടുപോകാം, അവിടെ മറിച്ചിട്ട് ഞാനൊന്ന് സ്കൂബ ഡൈവിങ്ങിന് വിട്ടാ. അവിടുന്ന് അങ്ങനെ ഇങ്ങോട്ട് കയറി വന്നിട്ട് നീന്തി ഇങ്ങോട്ട് കരക്കേറി വന്നിട്ട് നേരെ സ്കൂബ ഡൈവിങ്. അത് എടുക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് എടുക്കുന്നുണ്ടാ. പക്ഷെ എനിക്ക് പോകണം എന്നുള്ളതുകൊണ്ട് ഞാൻ പോയി. എൻ്റെ കുറേ കാലമായിട്ടുള്ള ഒരാഗ്രഹമാണ് ഇങ്ങനെ സ്കൂബ ഡൈവിങ്ങിന് പോകണം. പക്ഷെ ഇത് ചെറുതാണ്, ഇതിന് വലുതിൽ പോകണം. ഇൻഷാ അല്ലാഹ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കബൂൾ ചെയ്യാണെങ്കിൽ വേറെ ഒരു സ്ഥലം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അവിടെ പോകും. പിന്നെ ഇങ്ങനെ പോയിട്ടാ ടാറ്റാ, ഞാൻ പോയിട്ട് വരെ. ഇതിൻ്റെ ഉള്ളിലത്തെ ഭാഗങ്ങളൊക്കെ ഞാൻ ഷോർട്സിലിടുന്നുണ്ട് കേട്ടോ. അവിടുത്തെ വീഡിയോസൊക്കെ കുറച്ച് നല്ല ഭംഗിയുള്ള വീഡിയോസൊക്കെ ഇടുന്നുണ്ട് ഷോർട്സിൽ. ഇങ്ങനെ ആദ്യമൊക്കെ നമുക്കിങ്ങനെ പഠിപ്പിച്ചു തരും എങ്ങനെയാണ് വെള്ളത്തിൽ മുങ്ങേണ്ടത് എന്നൊക്കെ. ആകെ 20 മിനിറ്റ് ഉള്ളൂ. അതിനുള്ളിൽ നമ്മളിതൊക്കെ പഠിക്കണം. എന്നിട്ട് ഉള്ളിൽ പോകണം, പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണണം, ഇതുപോലെ തിരിച്ചു വരണം. വെള്ളത്തിന്റെ ഉപ്പ് മാരക ഉപ്പാണ് കേട്ടോ. आप जैसा पहले वो ऐसा किया था, बहुत अच्छा है. और उधर मैडम का शो भी किया था, उनका वीडियो. ഇവരൊക്കെ പോയിട്ടുണ്ട് കേട്ടോ സ്കൂബ ഡൈവിങ്ങിന്. ഇവരൊക്കെ പോയിട്ട് തിരിച്ചു വന്നതാണ്. ഉണങ്ങിയിരിക്കണം വെയിൽ കൊണ്ടിട്ട്. മുഹമ്മദൊന്നും വെള്ളത്തിൽ നിന്ന് കയറിയിട്ടേ ഇല്ല. കയാക്കിങ്ങിനുണ്ടായിരുന്നു. കയാക്കിങ്ങിന് 2-3 പ്രാവശ്യമൊക്കെ പോയി. അടിച്ച് പൊളിച്ച് പിന്നെ കുറേ റീൽസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ തിരിച്ചു പോകുന്നുണ്ടോ. ഉച്ച വരെ ഉള്ളൂ ടൈമിങ്. ഉച്ച മീൻസ് ഉച്ചക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 3 മണിയോട് കൂടിയിട്ട് 3 മണി 4 മണി 5 മണീൻ്റെ ഉള്ളിൽ നമ്മളവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.